ഇൻഡോർ പ്ലാന്റുകൾ നമ്മളുടെ വീടിനും വരാന്തയ്ക്കും ലിവിംഗ് റൂമിനുമൊക്കെ നല്ല ഭംഗി കൂട്ടുന്ന ഒന്നാണല്ലേ. അതിൽ ഏറ്റവും ഭംഗിയുള്ള ഒന്നാണ് ഈ പറയുന്ന അഗ്ലോണിമ അല്ലെങ്കിൽ ചൈനീസ് എവർഗ്രീൻ പ്ലാന്റ്. ഈ ഒരു ചെടിയുടെ ഇലകളിലെ ആ ഒരു കോമ്പിനേഷൻ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. പിങ്കും ചുവപ്പും പച്ചയും ഇടകലർന്ന ഈ ഒരു ചെടി നമ്മളുടെ കണ്ണിന് മാത്രമല്ല നമ്മളുടെ വീടിനും ഒരു അലങ്കാരം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു മഴക്കാലത്ത് ചെടിയുടെ വേരുകൾ ചീഞ്ഞു പോകാതെ എങ്ങനെ മാറ്റി നടാം എന്നുള്ളതാണ്. കൊമ്പിൽ നിന്നും നടുന്നതും ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഗ്ലോണിമ നടുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതിൻ്റെ മണ്ണൊരുക്കൽ. ഈ മഴക്കാലത്ത് വെള്ളമൊന്നും കെട്ടി നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നല്ല ലൂസായിട്ടുള്ള പോട്ടി മിക്സ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് സാധാ മണ്ണാണ് കേട്ടോ. ദാ ഇത്രത്തോളം മണ്ണെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ബയോബിൻ കമ്പോസ്റ്റ് ആണ്. അത് കൂടാതെ ദാ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മളുടെ ചട്ടി ഒരുക്കുമ്പോൾ ചട്ടിയുടെ അടിഭാഗത്തെ സുഷിരങ്ങൾ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു പഴയ പോട്ട് എടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ അടിഭാഗമെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമാണ് മണ്ണിട്ട് കൊടുത്തിരിക്കുന്നത്. സുഷിരങ്ങൾ അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചെടി ചീത്തയായി പോവും. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ ബയോബിൻ കമ്പോസ്റ്റ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഴക്കാലത്ത് നമ്മൾ ഒഴിവാക്കേണ്ട വളങ്ങളെ കുറിച്ചിട്ട്. അതിൽ നമ്മൾ എല്ലുപൊടി ഒഴിവാക്കുകയായിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതിൽ മഴക്കാലത്ത് ഒഴിവാക്കേണ്ട വളങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പോട്ടി മിക്സിൽ എല്ലുപൊടി ഒട്ടും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. പകരം ഇങ്ങനെയുള്ള ഫംഗസിനെ തടയുന്ന വേപ്പിൻ പിണ്ണാക്കാണ് ചേർത്തിരിക്കുന്നത്. ഇനി അതില്ലെങ്കിൽ കുറച്ച് ഫംഗിസൈഡോ അല്പം മഞ്ഞൾപ്പൊടിയോ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഞാൻ ഇവിടെ മിക്സ് ചെയ്തതിന് ശേഷം എല്ലാം ഒന്ന് സെറ്റ് ആവാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം നമ്മളുടെ ഈ പോട്ടിനടിയിൽ കൂടി ഇങ്ങനെ താഴത്തേക്ക് ഒഴുകി വരണം. എങ്ങും അടഞ്ഞിട്ടില്ല എന്ന് ഉറപ്പിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ ഒഴുകി വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെടി കട്ട് ചെയ്തെടുക്കാം. നമ്മൾ എടുക്കാൻ പോകുന്ന ചെടിയുടെ അടുത്ത് തന്നെ ഈ ഒരു ചെടി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് ഏത് ചെടിയാന്ന് കാണിച്ചു തരാം. നമ്മൾ മുന്നേ പടർത്തി കൊടുത്തിരിക്കുന്ന ഒരു പിങ്ക് കളറിലെ പൂവുണ്ടാവുന്ന ഒരു ചെടി ഉണ്ടല്ലോ, കണ്ട നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മൾ റോഡരികിലൊക്കെ നിൽക്കുന്ന ഒരു സാധാരണ ചെടിയാണ് കേട്ടോ. പക്ഷെ ഇതൊരു പ്രത്യേക ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ വെള്ള കളറിലാണ് കേട്ടോ ഈ നിൽക്കുന്നത്. അപ്പോൾ അത് നട്ടിട്ടേ ഉള്ളൂ. അതൊന്ന് കിളിർത്ത് വരുമ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ പടർത്തി കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു പൈപ്പിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളയും പിങ്കും നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കില്ലേ. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അഗ്ലോണിമയാണ് നമ്മൾ പറിച്ചെടുക്കാൻ പോകുന്നത്. ഇവിടെ കാര്യമായിട്ട് അങ്ങനെ വെയിലൊന്നും കിട്ടില്ല കേട്ടോ. പക്ഷെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടും. ഇതും ഞാൻ കൊണ്ടുവന്ന് കൊമ്പ് നട്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറിച്ചപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ രണ്ട് രീതിയിലും ഞാൻ നടുന്നത് കാണിക്കുന്നുണ്ട്. വേരോട് കൂടിയുള്ളതും നമ്മൾ ചെടിയിൽ നിന്നും കട്ട് ചെയ്തെടുക്കുന്നതും നട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അവിടെ വേര് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇനി പുതിയ പ്ലാന്റ് ആയിക്കോളും. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലെ കൂടി എടുക്കാം. ഇവിടെയും നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ. ഒരു ചെടി കൊണ്ടുവന്ന് നട്ടതാണേ, അതങ്ങനെ വേരിൽ നിന്ന് പൊട്ടി പൊട്ടി കിളിർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് മണ്ണിലാവുമ്പോൾ നല്ല രീതിക്ക് തന്നെ വരുമല്ലോ. അപ്പോൾ ഇത് ഞാൻ വേരേപ്പാടിയാണ് കേട്ടോ എടുക്കുന്നത്. അങ്ങനെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. മണ്ണിൽ നടുന്ന ചെടികൾക്ക് കാര്യമായി അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരാറില്ല. പക്ഷെ ചെടിച്ചട്ടിയിൽ നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ.
അപ്പം ഞാൻ ദാ പറിച്ചപ്പോൾ അവിടെ നിന്ന് ചെറിയ തൈകളും കൂടി ഇങ്ങോട്ട് പറഞ്ഞു പോന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ദാ ഇത് കണ്ടോ, ഇതിൻ്റെ വേരിൽ നിന്നും ഇങ്ങനെ അങ്ങോട്ട് കിളിർത്ത് വന്നാണ് കേട്ടോ. വെറുതെ കൊണ്ടുവന്ന് നമ്മൾ മണ്ണിലിട്ടാൽ പോലും ഇവിടെ നിന്ന് പുതിയ തൈകൾ പൊട്ടി മുളയ്ക്കാറുണ്ട്. അതാ നോക്കി, കുഞ്ഞിതായിട്ട് നല്ല ബുഷിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയല്ലേ. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു പച്ചയും ഒരു നല്ലൊരു റെഡും കൂടി മിക്സ് ആയിട്ടുള്ള കളറ്. എൻ്റെ അഗ്ലോണിമ കളക്ഷനിൽ ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചെടി നടാനായിട്ട് തുടങ്ങാം. നമ്മൾ ആദ്യം തന്നെ വെള്ളമൊക്കെ ഒഴിച്ച് വെള്ളം കെട്ടിക്കിടക്കുന്നില്ല എന്നൊക്കെ നോക്കിയതാണല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ചെടി നട്ട് കൊടുക്കാം. അപ്പോൾ ദാ ഇതിൻ്റെ വേരിൻ്റെ നീളം കണ്ടോ, ഇത്രത്തോളം വേരുണ്ട്. ഒന്നല്ലെങ്കിൽ നമുക്ക് ഇതേപാടി തന്നെ അങ്ങോട്ട് നട്ടു കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ വേര് ഒന്ന് കട്ട് ചെയ്ത് കുറച്ച് മാത്രം വേര് നിർത്തിയിട്ട് നമുക്കങ്ങനെ നട്ടു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നട്ടു കൊടുക്കുന്നതിലും കുറച്ചും കൂടി ബെറ്റർ അതിൻ്റെ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ ദാ കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി മഴക്കാലത്ത് നമ്മൾ അഗ്ലോണിമ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളിലേക്ക് വരാം. ഒന്നാമതായി, ഈ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അഗ്ലോണിമക്ക് ചെറിയ തോതിലുള്ള മഴയൊക്കെ കൊള്ളുന്നത് നല്ലതാണെങ്കിലും തുടർച്ചയായിട്ടുള്ള വെള്ളം അത്ര നല്ലതല്ല. കാരണം ഇതിൽ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളും ഒക്കെ ചീത്തയായി പോകട്ടോ. അതായത് കൂടുതലായിട്ടുള്ള വെള്ളം നമ്മളുടെ അഗ്ലോണിമ പ്ലാന്റ്സിന് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അധികം മഴയേൽക്കാത്ത സൈഡിലോ എവിടെയെങ്കിലും മാറ്റി വെക്കുന്നതാണ് കേട്ടോ നല്ലത്. രണ്ടാമതായിട്ട് നനയ്ക്കേണ്ട കാര്യമാണ്. അതായത് നമ്മൾ രാവിലെയും വൈകുന്നേരവും നനച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഒന്നാമത്തതിൽ അന്തരീക്ഷത്തിൽ ഈർപ്പം നിൽക്കുന്നത് കൊണ്ട് നമ്മളുടെ ചെടികൾക്ക് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ കൈകൾ കൊണ്ട് തൊട്ട് നോക്കിയതിന് ശേഷം മണ്ണുണങ്ങി എന്നുറപ്പാണെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് വെളിച്ചത്തിന്റെ കാര്യമാണ്. മഴക്കാലം ആയതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് വെയിൽ കിട്ടാറില്ല. വെയിൽ നല്ലവണ്ണം അടിച്ചാൽ നമ്മളുടെ അഗ്ലോണിമയുടെ ഇലകളൊക്കെ കരിഞ്ഞു പോകും. എങ്കിൽ തീരെ കുറവും പാടില്ല കേട്ടോ. അത്യാവശ്യം വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് തന്നെ വേണം നമ്മളുടെ ഈ ഒരു ചെടിയെ പ്ലേസ് ചെയ്യാനായിട്ട്. അതായത് കഠിനമായ വെയിൽ ഇവയ്ക്ക് ആവശ്യമില്ല. എന്നാൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ലൈറ്റും നമ്മളുടെ ഈ ഒരു ചെടിക്ക് ആവശ്യമാണ്. എങ്കിൽ മാത്രമാണ് ഇതിൻ്റെ ഇലകളുടെ ഭംഗി അതേ രീതിക്ക് തന്നെ നിൽക്കുകയുള്ളൂ. ഞാൻ ആദ്യം നട്ട ആ ഒരു സ്ഥലത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് ലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ലീഫൊക്കെ ഒന്ന് നോക്കിയേ എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമ്മൾ വെക്കുകയാണെങ്കിലും ഇതേപോലെ ലൈറ്റ് കിട്ടുന്ന ജനലിൻ്റെ സൈഡിലോ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ അകത്ത് വെച്ചിരിക്കുന്നത് അധികം ലൈറ്റൊന്നും കിട്ടാത്തൊരു സ്ഥലത്താണ്. പക്ഷേ ഒരാഴ്ച കൂടുമ്പോൾ ഞാൻ ഈ ഒരു ചെടിയെ മാറ്റിക്കൊടുക്കും. അതായത് ഒരാഴ്ച ഇൻഡയറക്റ്റ് ആയിട്ട് ലൈറ്റ് കിട്ടുന്നിടത്ത് ഞാൻ പുറത്ത് ഈ ഒരു ചെടിയെ വെക്കും. അങ്ങനെ ചെയ്താലും മതി, നമ്മളുടെ അഗ്ലോണിമ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഇൻഡോർ ആയിട്ട് നമ്മൾ ചെടികൾ സെറ്റ് ചെയ്യുമ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഫംഗസ് വരാതിരിക്കാനും നമ്മൾ വളങ്ങൾ എന്തൊക്കെയാണ് ചേർത്ത് കൊടുക്കേണ്ടതെന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. മണ്ണൊരുക്കിയപ്പോൾ തന്നെ കൂട്ടത്തിൽ വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ചെടികളിലെ വേര് അഴുകുന്നത് തടയാനായിട്ട് സഹായിക്കുന്നുണ്ട്. എങ്കിലും മഴക്കാലത്ത് ഫംഗസ് ബാധ കൂടുതലായതുകൊണ്ട് ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അതായത് 1 ലിറ്റർ വെള്ളത്തിൽ 2 ഗ്രാമൊക്കെ ചേർത്താൽ മതിയാകും. അതല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം സ്പ്രേ ചെയ്താലും മതി കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഒരു ചെടിച്ചട്ടിയിൽ നിന്നിരുന്നേച്ചാ ചെടിയിൽ നിന്നും ഒരു കൊമ്പും കൂടി ഇട്ട് നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് തണലത്തേക്ക് മാറ്റി വെക്കാം. ഡയറക്റ്റ് മഴവെള്ളം കിട്ടാത്ത ഒരു സ്ഥലത്തേക്കാണ് ഞാൻ മാറ്റിവെക്കാൻ പോകുന്നത്. മഴക്കാലത്ത് വളങ്ങളൊന്നും കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. മഴയൊക്കെ ഒന്ന് വിട്ടു നിൽക്കുന്ന സമയത്ത് ജൈവവളങ്ങൾ നമുക്ക് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് നേർപ്പിച്ച് ചേർത്ത് കൊടുക്കുന്നത് അഗ്ലോണിമ പ്ലാന്റ്സിന് വളരെ നല്ലതാണ്. ഇൻഡോറൊക്കെ ആയിട്ട് നമ്മൾ പ്ലാന്റ് സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇല ഒന്ന്
ഒരു നനഞ്ഞ കോട്ടൺ തുണി ഉപയോഗിച്ചൊന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഷൈനിങ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം തന്നെ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കേ. ഞാൻ ദാ ചെടികളൊന്ന് പ്ലേസ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ചെറിയ ചട്ടിയിലൊക്കെയാണ് നമ്മൾ നട്ടു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ദാ ഇതേപോലെ തന്നെ വേരൊക്കെ ഒന്ന് വന്ന് തിങ്ങി നിറയും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി വലിയൊരു ചട്ടിയിലേക്ക് മാറ്റി നട്ടാൽ മതി. അത് തിരിച്ചറിയാനുള്ള ഒരു എളുപ്പമാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചെടിയുടെ ഗ്രോത്ത് ഒക്കെ അങ്ങോട്ട് കുറഞ്ഞു പോകട്ടോ. അതായത് ഇലയുടെ വലിപ്പമൊക്കെ കുറഞ്ഞ് ആകെ ശോഷിച്ചൊരവസ്ഥയിലേക്കാണ് അത് പോവുക. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ തന്നെ നമ്മൾ അത് എടുത്തിട്ട് വേര് വേണമെങ്കിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് നട്ടു കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് വേരും കട്ട് ചെയ്തതിന് ശേഷം കുറച്ചും കൂടി നല്ലൊരു പോട്ടിൽ അതിനെ ഒന്ന് മാറ്റി നട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വീട്ടിലെ അഗ്ലോണിമ പ്ലാന്റ്സിന്റെ വിശേഷങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചെടികളെ ഇഷ്ടപ്പെടുന്നവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.